ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 പത്രോസ് 1-ാം 13-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്ന് നാം ഇവിടെ വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം ഓട്ടം ഓടുവാനുള്ള കൃപ എന്നാകുന്നു. നമ്മളെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വേദപുസ്തകത്തിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണല്ലോ കൃപ എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ പലയിടത്തും നാം കൃപ പെരുകുക എന്നെല്ലാം വായിക്കാറുണ്ടല്ലോ. പക്ഷേ ഈ വാക്യത്തിൽ പത്രോസ് പറയുന്നത് നമ്മുടെ യാത്രയുടെ അന്ത്യത്തിൽ കൃപയും നമ്മെ കാത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന വിശ്വാസികൾക്കാണ് ഇത് എഴുതുന്നത്. അവർക്കായി ഒരുക്കിയിരിക്കുന്ന സമ്മാനങ്ങളിലാണ് അവരുടെ ആശ എല്ലാം വച്ചിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. ഈ സമ്മാനങ്ങൾ എല്ലാം ദൈവകരത്തിൽ ഭദ്രമാണ്. പുതിയ നിയമത്തിൽ കൃപ എന്നതിനെ പലയിടത്തും ദാനങ്ങളെന്നും തർജ്ജിമ ചെയ്തിരിക്കുന്നുണ്ടല്ലോ. കാതങ്ങൾ പിന്നിടുമ്പോൾ ഓട്ടക്കാരൻ്റെ ഓട്ടം സുഖകരമല്ല. ഓട്ടത്തിൻ്റെ അന്ത്യത്തിൽ ലഭിക്കുന്ന സമ്മാനത്തെക്കുറിച്ചുള്ളതായ ചിന്ത ആ ഓട്ടക്കാരനെ ക്ഷമയോടും സ്ഥിരതയോടും കൂടെ ഓടുവാൻ ഉത്സാഹിപ്പിക്കുന്നു. ഓട്ടക്കാരനെ പോലെ ഓരോ വിശ്വാസിക്കും അരകെട്ടുക എന്നത് പ്രധാനമാണ്. ഒപ്പം ഓടുവാനും ഓട്ടം പൂർത്തിയാക്കുവാനും ഇതാവശ്യമാണ്. പുരോഗതിയെ തടയുന്ന എല്ലാത്തിനെയും നീക്കിക്കളയുക എന്നാണ് അരകെട്ടുക എന്നതിൻ്റെ അർത്ഥം. അരയ്ക്ക് സത്യവും നീതി കവചവും, അങ്ങനെ നമുക്ക് ഒരു വലിയ യുദ്ധ വസ്ത്രം. അതെ, എഫെസ്യർക്ക് ലേഖനത്തിൽ നമ്മൾ കർത്താവിൻ്റെ സദാസൻ പറയുന്നുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന്. അരകെട്ടുക ദൈവകൃപയുടെ മഹത്വം, ദൈവശക്തിയുടെ മഹത്വം അവിടെ വെളിപ്പെടുന്നു. നാം യേശു ക്രിസ്തുവിൻ്റെ മുഖം കാണുന്നതുവരെ ഓടുവാനുള്ള കൃപ കർത്താവ് തരുന്നു. ഓരോ ദിവസവും ഓടുവാനുള്ള കൃപ തന്നതുകൊണ്ടല്ലേ ഇന്നത്തെ ദിവസവും നമുക്ക് ഓട്ടം തികയ്പ്പാൻ ഇടയായത്. നമ്മുടെ ഓരോ കാൽവെപ്പിലും ഓടുവാനുള്ള കൃപ തരുന്നവനെ അവസാനമായി നാം കാണുന്നതോടുകൂടി നമ്മുടെ പ്രത്യാശ പൂർത്തീകരിക്കപ്പെടും. ഹല്ലേലൂയ. ഓട്ടത്തിൻ്റെ അവസാനം ഓട്ടക്കാരൻ തൻ്റെ സർവ ശക്തിയുമെത്തി ആ ശക്തിയൊക്കെ എടുത്ത് ഓടുന്നു. ഓടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാൽ മറ്റേ കാലിന് മുമ്പിൽ വെച്ച് അത് ശക്തിയോടെ ഓടുന്നു. ഇവിടെ മത്സരമല്ല, പൂർത്തിയാക്കലാണ് വീക്ഷിക്കുന്നത്. കാതങ്ങൾ പിന്നിടുമ്പോൾ, ആണ്ടുകൾ പിന്നിടുമ്പോൾ നമ്മുടെ മനോധൈര്യം വർദ്ധിക്കണം. നാം ഓട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു. നമുക്ക് സമ്മാനം തയ്യാറായിരിക്കുന്നു. ഓട്ടം ഓടി തികച്ചവനായ യേശുവിലേക്ക് നാം നോക്കുമ്പോൾ ദൈവിക ദാനങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ നമുക്ക് വെളിപ്പെടുന്നു. ഇതുമെല്ലാം ദർശിക്കുവാനും ഇതെല്ലാം കാണുവാനും ഇതെല്ലാം അറിയുവാനും ആരെങ്കിലും മനസ്സ് വയ്ക്കുന്നുണ്ടോ? ഉണർന്നിരിക്കുന്നുണ്ടോ? ഒരുക്കപ്പെട്ടിരിക്കുന്നുണ്ടോ? കാല് ചെരുപ്പിട്ട് അരയിൽ ബെൽറ്റ് കെട്ടി കവചം ധരിച്ച് ശിരസ്ത്രം ധരിച്ച് വാളെടുത്ത് ഒക്കെ നിൽക്കുന്ന പടയാളിയെപ്പോലെയും
ഓട്ടക്കളത്തിൽ ഓടുവാൻ ഒരുങ്ങുന്ന ആ ഓട്ടക്കാരനെ പോലെയും നാം ഒരുങ്ങിയിട്ടുണ്ടോ? അതെ, അവിടെ വച്ചിരിക്കുന്ന ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അവിടെ അതിഥികളുടെ മുമ്പിൽ മേശപ്പുറത്ത് ഒരു ട്രോഫി വെച്ചിരിക്കും. അത് കണ്ടുകൊണ്ടാണ് ഓട്ടക്കാരൻ ഓടുന്നത്. അതെനിക്ക് വേണം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വച്ചിരിക്കുന്ന ഓരോ നമുക്കുള്ളതായ സമ്മാനങ്ങൾ ആത്മാവിൽ കണ്ടിട്ടുണ്ടോ? അത് കണ്ടുകൊണ്ടാണ് ഓടുന്നത്, അതോ ഈ ലോകത്തെ നോക്കിക്കൊണ്ടാണ് ഓടുന്നത്? ഒരിക്കലും ഇത് ഓടിത്തികയ്ക്കൽ സാധ്യമല്ലല്ലോ. ഓടിത്തികയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്ന ഉത്കണ്ഠ ഓട്ടത്തെ കൂടുതൽ ദുഷ്കരമാക്കും. അപ്പം അയ്യോ, എന്നെ കൊണ്ട് അവിടം വരെ എത്താൻ പറ്റുമോ എന്നൊരു ചിന്ത പിശാച് കൊണ്ടുവരും. എന്നാൽ ഓട്ടക്കാരന് ദൂരം കൃത്യമായി അറിയാം. അതെ, 400 മീറ്ററാണോ, 100 മീറ്ററാണോ, 200 മീറ്ററാണോ, അറിയാമല്ലോ. അറിയാം. ഓട്ടത്തിൻ്റെ അവസാന ഭാഗത്തെ ആ നില എങ്ങനെയായിരിക്കും അതും അറിയാം ഓട്ടക്കാരൻ. അപ്പോൾ നമ്മുടെ യാത്രയുടെ അവസാനം നമ്മെ കാത്തിരിക്കുന്നു. അത് വ്യക്തിയിലും ദൈവത്തിൻ്റെ കൃപയിലും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, നമ്മുടെ യാത്രയുടെ അവസാനം നമ്മെ കാത്തിരിക്കുന്ന വ്യക്തിയിലും കർത്താവിൻ്റെ കൃപയിലും നാം നമ്മുടെ ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ട് കൂട്ടുവേലക്കാരായ, സഹപ്രവർത്തകരായ, ഓട്ടക്കളത്തിൽ ഓടുന്നവരായ എല്ലാ ഓട്ടക്കാരെ അരകെട്ടി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ ലഭിക്കുന്ന സമ്മാനങ്ങളിൽ നമ്മുടെ ഹൃദയം ഉറപ്പിക്കുക. അവസാനം വരെ ഓടുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ആ നൽകിയ കൃപയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ മുഖം കാണുന്നത് വരെ ഹല്ലേലൂയ ഓടുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, എൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായി അങ്ങ് തന്ന വസ്തുതകൾക്കായി നന്ദി പറയുന്നു. ഞാനിവയെ സ്വീകരിച്ചുകൊണ്ട് അങ്ങയെ കാണുന്നത് വരെ ഓട്ടമോടുവാൻ ആഗ്രഹിക്കുന്ന യേശുപ്പച്ച, എന്നെ സഹായിക്കണം. അവിടുന്ന് ശക്തീകരിക്കണം. അവിടുന്ന് കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.